ഇനി നമ്മൾ കാണാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ചേംബറാണ്. എന്താണ് അണ്ടർഗ്രൗണ്ട് ചേംബർ എന്ന് എനിക്കും അറിയില്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ അണ്ടർഗ്രൗണ്ട് ചേംബർ എന്താണ്. ഈ കാണുന്നതാണ് അണ്ടർഗ്രൗണ്ട് ചേംബറിലേക്കുള്ള വഴി. നമ്മൾ വന്ന സമയം നല്ല വെയിലാണ്. ഇന്നത്തെ ദിവസം രാവിലെ ഇറങ്ങി തൊട്ട് വെയിലടിച്ച് ഒരു പരുവായി. എന്നാലും എക്സ്പ്ലോറിങ് നമ്മൾ നിർത്തുന്നില്ല. 2 മാസം മുന്നേ വന്നവരും പറഞ്ഞത് വെയിലായിരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ്. ഒരു മരം പോലും ഇല്ല. ഈ കൽപ്പണി നയിച്ച സമയത്ത് അഭിനെ ചോദിക്കുന്ന ഈ ഇത്രയും കല്ലൂടെ വെച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരം കൂടെ വെച്ചെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി നിന്നൊക്കെ പോകാമായിരുന്നു. അതില്ല, കല്ല് മാത്രമേ ഉള്ളൂ. അണ്ടർഗ്രൗണ്ട് ചേംബർ എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവും. ചേംബർ എന്ന് പറയുമ്പോൾ അറിയാലോ, രാജാവിന്റെ സദസ്സായിരിക്കും. സീക്രട്ട് ചേംബർ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ സീക്രട്ട് ചേംബർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രഹസ്യമായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള രാജാവും മന്ത്രിമാരും ഒക്കെ ഇതിനകത്തായിരിക്കും ഇരിക്കുന്നത്. സ്മോൾ അണ്ടർഗ്രൗണ്ട് ചേംബർ ഇസ് പോപ്പുലർലി നോൺ ആസ് സീക്രട്ട് ചേംബർ. ഓക്കെ, നമുക്ക് എന്താണ് ഈ സീക്രട്ട് ചേംബർ നോക്കാം. സീക്രട്ട് ചേംബറിലേക്കുള്ള വഴിയാണ് കേട്ടോ. രാജാവേ, അയ്യോ ടോർച്ച് എടുത്തില്ല. ലൈറ്റ് അടിക്കാം പിന്നെ. ഇറങ്ങി വരെയാണ്, ഇറങ്ങി വരൂ. ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. ഇറങ്ങി വാ. ലൈറ്റ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. യെസ് യെസ് യെസ്, ഇറങ്ങി വരും. സീക്രട്ട് ചേംബർ തൊട്ടടുത്തേക്ക് വാ. ഓക്കെ, നമ്മൾ ലൈറ്റ് അടിച്ചാണ് സീക്രട്ട് ചേംബറിനകത്തേക്ക് പോകുന്നത്. ഓക്കെ, രഹസ്യമായിട്ട് വേണം ഇതിനകത്ത് വരാൻ. സീക്രട്ട് ചേംബറിലേക്ക് പോകണമെങ്കിൽ ഇനിയും ഇവിടെ വഴിയുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്നാണ് അവർ ഡിസിഷൻ എടുക്കുന്നത് മനസ്സിലാക്കും. ഇതുവഴി കയറി അപ്പുറം വഴി ഇറങ്ങി ഇപ്പുറത്തിറങ്ങും. ഇവിടെ വീണ്ടും പെട്ടോ. രാജാവേ, ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നാണ് അവർ തീരുമാനങ്ങൾ. രാജാവ് തൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് എടുത്തിരുന്നത് ഈ ഒരു അറയിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്നൊന്നും കണ്ടെത്താനോ കടന്നു വരാനോ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി തന്നെ. എൽ ഷേപ്പിലുള്ള പാതകളാണ് നമുക്ക് ഈ ചേംബറിലേക്ക് വരുവാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും കറുപ്പും പച്ചയും കളറിലുള്ള പ്രത്യേകതരം കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു സീക്രട്ട് ചേംബർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചേംബറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഹാള് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് റൂഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധസമയത്ത് എല്ലാം നശിപ്പിച്ച കൂട്ടത്തിൽ അതും നശിപ്പിക്കുകയാണ് ചെയ്തത്. ഭയപ്പെടും, എങ്ങോട്ടാണ് പോണേന്ന് ഒരു ഐഡിയ ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. രണ്ട് സൈഡിൽ കൂടെ കറങ്ങിയാൽ നമ്മൾ അവിടെ എത്തും. അതാണ് എന്റെ പ്രത്യേകത. കണ്ടോ, ഇവിടെ തന്നെ വരൂ. ആക്ച്വലി ഇൻഫിനിറ്റി ഇത് സീക്രട്ട് ചേംബർ തന്നെയായിരുന്നു. ഇപ്പൊ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണേ. ഇത് ആക്ച്വലി ഇതിന്റെ മുകളിൽ കവർ ഉണ്ടായിരുന്നു. ആ കവർ നശിച്ചു പോയി. അതായത് രഹസ്യമായിട്ടുള്ള അറ തന്നെയായിരുന്നു. ഇവിടെ ആർക്കും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം അവർ ഇരുന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഡിസൈഡ് ചെയ്യാനൊക്കെ ഡിസിഷൻസ് എടുക്കാനൊക്കെ ഉള്ള ചേംബർ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് ലൂപ്പ് ഉണ്ട്. ആ വഴി കയറി ലൂപ്പ് കറങ്ങി വേണം അവിടെ എത്താം. ഏത് വഴി കറങ്ങിയാലും നമ്മൾ തിരിച്ച് അവിടെ എത്തും. സീക്രട്ട് ഡിസിഷൻസ് ഒക്കെ ഡിസ്കഷൻസ് ഒക്കെ ഇതിനകത്താണ്. നമ്മള് ഇവിടുത്തെ ഗൈഡാണോ സെക്യൂരിറ്റി ആണോന്ന് അറിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ പാലസ് ആയിരുന്നു എന്നാണ്. അപ്പൊ പാലസ് ഇല്ല. പാലസിന്റെ ഫ്രണ്ടിൽ 2 ആനകൾ മാത്രമുണ്ട്. ആനയുടെ തല കൊണ്ടുപോയി, ഇപ്പുറത്തെ ആനയുടെ തുമ്പിക്കൈയും പോയി. പക്ഷെ എങ്കില് ഇവിടെ ആയിരുന്നിരിക്കണം, പാലസ് ഉണ്ടായിരുന്നു. മൊത്തം ഇടിച്ച് തകർത്തിളഞ്ഞു. മാക്കാന്മാരെ കാര്യം. അല്ല, എനിക്ക് തോന്നുന്നു മൊത്തം കവർ ചെയ്ത് വരികയാണ്.
അവിടെ വെള്ളം വന്ന് വീഴുന്ന സ്ഥലമാണ് കേട്ടോ. ഇവർ ഈ വെള്ളം കൊണ്ടുവരാൻ കാണിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അവിടെ കമലാപൂരിൽ ടാങ്ക് കെട്ടി ആ ടാങ്കിൽ നിന്ന് ചാനൽ വെട്ടി എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഹസാര രാമക്ഷേത്ര. ഇതും റോയൽ എൻക്ലോഷറിനുള്ളിൽ വരുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് കടക്കാനായിട്ട് വലിയൊരു കവാടം നമുക്ക് കാണാൻ പറ്റും. ആ കവാടത്തിന് തൂണുകളും അതുപോലെ തന്നെ ചുവരുകളിലാണെങ്കിലും കൊത്തിവെച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ മഹാനവമി ദിബ്ബ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെയുള്ള കലാരൂപങ്ങളും സൈനിക പരേഡുകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും ഒക്കെയാണ് ഈ തൂണുകളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രാമായണവും അതുപോലെ ഹിന്ദു പുരാണങ്ങളിലെ ദേവന്മാരും ദേവതകളും ഒക്കെയാണ് ക്ഷേത്രത്തിനുള്ളിലെ തൂണുകളിലും ചുവരുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പരമ്പരാഗതമായ ഒരു ദക്ഷിണേന്ത്യൻ സംസ്കാരം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണെങ്കിൽ കൂടി ഇവിടെയും നമുക്ക് ഇൻഡോ ഇസ്ലാമിക് രീതിയിലുള്ള വാസ്തുവിദ്യകളും കാണാൻ പറ്റുന്നതാണ്. ഇതിനുള്ളിലായിട്ട് ശ്രീകോവിലും അതുപോലെ തന്നെ തൂണുകളുള്ള ഒരുപാട് ഹോളുകളും ചെറിയ മുറികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലുള്ള തൂണുകളാണെങ്കിൽ കറുത്ത കളറിലുള്ള കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹംപി അതൊരു അത്ഭുതം തന്നെയാണ്. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഹംപിയെ പറ്റിയിട്ട്. ഹംപിയുടെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയുമുണ്ട്. വരുന്ന വീഡിയോസിലെല്ലാം ഹംപിയുടെ ബാക്കി കഥകളും കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.